ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യും, അദ്ദേഹം പ്രതിയാകുമെന്ന് ഞങ്ങൾ കുറെ വീഡിയോ ചെയ്തിരുന്നു നേരത്തെ, ശബരിമല വിഷയം കത്തി നിന്ന സമയത്ത്. അപ്പോൾ പല ആളുകളും ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല, പ്രശാന്ത് തന്നെ വന്ന് പറഞ്ഞു ഇത് ഗൂഢാലോചനയാണ്, പ്രശ്നമില്ലാന്ന്. പക്ഷെ ഇപ്പോഴിതാ വളരെ കൃത്യമായി പ്രശാന്ത് പ്രതിയായിരിക്കുന്നു, 4ാം പ്രതിയായിരിക്കുകയാണ്. 2025 ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണം പൂശലുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രശാന്തിന് ഈ വിഷയം. 2019 ഇത് സ്വർണം പൂശിയതാണെന്നും ആ സ്വർണം പൂശലിൽ ചില കുഴപ്പങ്ങളുണ്ടെന്നും വളരെ കൃത്യമായി പ്രശാന്തിന് അറിയാമായിരുന്നു എന്നതാണ് വാർത്തകൾ വരുന്നത്. എന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ഇത് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്തു. പ്രശാന്തിന് ഉദ്യോഗസ്ഥർക്കും അറിയാമായിരുന്നു. അത് മറച്ചു വയ്ക്കാനാണ് ചട്ടങ്ങൾ ലംഘിച്ച് 2025 സ്വർണം പൂശാനായി വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിന് ഉത്തരവ് കൊടുക്കുന്നത്. ട്രാവൻകൂർ കൊച്ചിൻ ദേവസ്വം മാനുവൽ അനുസരിച്ച് ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്ത് മാത്രമേ തിരുവാഭരണങ്ങളും മറ്റാഭരണങ്ങളും അറ്റകുറ്റപ്പണി നടത്താൻ പാടുള്ളൂ. 25 ഇത് ലംഘിച്ചാണ് പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. എല്ലാ അറ്റകുറ്റപ്പണികളും ഹൈക്കോടതി നിയോഗിക്കുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷനെ മുൻകൂട്ടി അറിയിക്കണമെന്ന് 23 ജൂൺ 30 ഹൈക്കോടതി വിധിയും ഇവർ ലംഘിച്ചിരിക്കുകയാണ്. അപ്പോൾ 23 ഹൈക്കോടതി വിധിയുണ്ട്. ഇത് ശബരിമലയിലെ ദേവസ്വം കമ്മീഷണർ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതും നടന്നില്ല. 20 ഗൂഢാലോചന തുടങ്ങിയിരുന്നു. 24 സെപ്റ്റംബർ 20 ദ്വാരപാലക ശില്പപാളികൾ സ്വർണം പൂശണമെന്ന ഫയൽ ദേവസ്വം ബോർഡ് മുന്നിലെത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ചെയ്യാൻ അനുമതി നേടി അപേക്ഷ നൽകി. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ് ഫയൽ അയക്കുന്നത്. മുരാരി ബാബു ഇപ്പോൾ മരിച്ചുപോയി. ബാബുവാണ് ഫയൽ അയക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ പാളികൾ കൊടുത്തുവിടണമെന്നായിരുന്നു മുരാരി ബാബുവിൻ്റെ ശുപാർശ. കവർച്ച പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് PS പ്രശാന്ത്, ബോർഡ് അംഗം അജികുമാറും തിരുവാഭരണം കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ഠരരു രാജീവും ഇതിനകത്തൊരു പ്രതിയായി ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും ശബരിമല കേസിൽ കുറ്റപത്രം 20-നകത്ത് സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമത്തിൽ വളരെ കൃത്യമായി ഈ പറയുന്ന തന്ത്രിയും പ്രശാന്തും അതിനകത്ത് പെടുന്നു എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഗുരുതരമായ ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ നിൽക്കുകയാണ്. അത് പ്രശാന്ത് പറയുന്നത് ഒരു ഗൂഢാലോചനയാണ് എന്നാണ്, പക്ഷേ ഗൂഢാലോചന അല്ല എന്നാണ് SIT പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പറയുന്നത്. ഇനി കുറ്റപത്രം ജൂലൈ 20-നകത്ത് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ജൂലൈ 20-നകത്ത് കൊടുക്കുമ്പോൾ SIT റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് 19 സ്വർണ്ണമോഷണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 25 ഇത് കൊടുത്തുവിട്ടത്. 19 തട്ടിപ്പ് മറയ്ക്കാനാണ് ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാനെന്ന വേചന ചെന്നൈക്ക് സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയതെന്ന് പറയുന്നു. PS പ്രശാന്ത് ചുമതലയേറ്റ ഉടൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ പങ്കാളിയായി. വളരെ രസകരമാണ്. ദേവസ്വം മാനുവലും ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിച്ചാണ് 2025 ദ്വാരപാലക ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ കൗതുകമുള്ള ചില വിഷയങ്ങളാണ് ശബരിമലയിൽ നിന്ന് വരുന്നത്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും പരേതനുമായ, അതായത് മരിച്ചുപോയ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് പങ്കജ് ഭണ്ഡാരി, ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അജികുമാർ, തിരുവാഭരണ കമ്മീഷണറായിരുന്ന രജിലാൽ എന്നിവരാണ് മറ്റു പ്രതികൾ. അപ്പോൾ പ്രശാന്തിനോടൊപ്പം തന്നെ പ്രതികളും ഈ കാലഘട്ടത്തിലെ പ്രതികളും വരുന്നു. നിലവിലെ ജാമ്യം ബാധകമല്ലാത്തതിനാൽ തന്ത്രി അടക്കം വീണ്ടും അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും തന്ത്രിയെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വളരെ രസകരമാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. ശബരിമലയെ സംബന്ധിച്ച് കൊള്ളയോട് കൊള്ള അത് വീണ്ടും പുറത്തു വരുന്നു. ഓരോന്നായിട്ട് പുറത്തു വരുന്നു. N വാസു ദേവസ്വം പ്രസിഡന്റ്, പത്മകുമാർ ദേവസ്വം പ്രസിഡന്റ്, PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ്, പിന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇവരെല്ലാവരും ആവശ്യം പോലെ കാശുണ്ടാക്കി കൈയിട്ട് വാരി കൊള്ള നടത്തി. ഇപ്പോഴിതാ പലരും അകത്തായവരെല്ലാം പുറത്തിറങ്ങി. 90 ദിവസത്തിൻ്റെ ആനുകൂല്യത്തിൽ എല്ലാവരും പുറത്തിറങ്ങി. പക്ഷേ അപ്പോഴും വളരെ ഗൗരവതരമായ വിഷയങ്ങൾ ഇങ്ങനെ ചോദ്യമുന പോലെ നിൽക്കുകയാണ്. എന്താണ് ശരിക്കും ശബരിമലയിൽ സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാരും പറയുന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കൗതുകവും രസകരമായിട്ടുള്ള കാര്യം. ആരും അത് സൂചിപ്പിക്കുന്നുമില്ല. എന്തായാലും SIT റിപ്പോർട്ട് ജൂലൈ 20-നകത്ത് പുറത്തു വരും. അതിൻ്റെ ബിറ്റുകൾ വന്നു തുടങ്ങി. സമ്പൂർണ്ണമായി ജൂലൈ 20-നാണ് കോടതിയിൽ കൊടുക്കുക. കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ഓപ്പൺ ഡോക്യുമെൻ്റ് ആണ്. പിന്നെ എല്ലാവർക്കും അത് കാണാനും
വായിക്കാനും ഒക്കെ പറ്റും. എന്തായാലും വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് ശബരിമലയിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തന്നെ സൃഷ്ടിച്ചത്. അപ്പോൾ എന്താണ് നിധി കാക്കാനേൽപ്പിച്ചവർ തന്നെ കക്കുന്ന ഒരു രീതിയിലേക്കാണ് കക്കാൻ ഇത് കാത്തുവയ്ക്കാൻ ഏൽപ്പിച്ചവർ തന്നെ കക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. വളരെ ഗുരുതരമാണ് പ്രതിസന്ധികൾ. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യും, തന്ത്രിയെ വീണ്ടും അറസ്റ്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ശബരിമല വിഷയം അതിൻ്റെ പുതിയ മാനത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം, തെരഞ്ഞെടുപ്പ് എന്ന ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് സജീവം ആവുകയാണ്.